ചങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയാണ് വാണിയംകുളം ചന്ത. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികളും കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് വാണിയംകുളം ചന്തയിലാണ് കൂടുതലായിട്ട് എത്തുന്നത്. ഏറ്റവും വലിയ ചന്ത വാണിയംകുളം ചന്തയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ആളുകൾ ചന്തയിലേക്ക് വരാറുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെ കന്നുകാലി ചന്തകളിലേക്കും ഇവിടുന്ന് കന്നുകാലികളെ കയറ്റി കൊണ്ടുപോകാറുണ്ട്. ഈ ചന്ത പ്രവർത്തിക്കുന്നത് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഷൊർണൂർ ഹൈവേയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ വലിയ കാളകളെയാണ് കിട്ടിയിട്ടുള്ളത്. കർണാടക, തമിഴ്നാട്, ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ജല്ലിക്കെട്ട് കാളകൾ, അല്ലെങ്കിൽ കാങ്കേയത്തിന്റെ ബ്രീഡപ്പെട്ടത്, അല്ലെങ്കിൽ പുലികുളം ബ്രീഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ബ്രീഡപ്പെട്ടുള്ള കുറച്ച് കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. അതേപോലെ തൊട്ട് പിറകിലത്തെ ലൈനിലായിട്ട് കുറച്ച് പശുക്കളെയും കാളകളെയും ഒക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലാം ഇടകലർത്തിയിട്ട് മിക്സർ ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. നമുക്ക് ഏതിനെ വേണമെങ്കിലും ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചു പിടിച്ചിട്ട് ബാർഗൈൻ ചെയ്തിട്ട് മേടിക്കുക. അതാണ് ചന്തയിലെ രീതി. ചന്തയിൽ ബാർഗൈൻ ചെയ്തിട്ടെടുക്കുക. അവർ പറയുന്ന വില കൊടുത്തെടുക്കണ്ട. നമ്മുടെ നോട്ടത്തിന് എത്രയാണോ മതിപ്പ് വില തോന്നിക്കുന്നത് വെച്ചാൽ ആ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗൈൻ ചെയ്തെടുക്കുക. അതാണ് ചന്തയിലെ രീതി. ഈ കൂട്ടത്തിൽ കാണുന്നതിൽ കൂടുതലും മീറ്റ് പർപ്പസിന് പോകുന്ന, അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന വലിയ കാളകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾ ഏകദേശം 30,000 രൂപ മുതൽ 65,000, 70,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ കാളകൾ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. കൂടുതലും കാളകൾ തന്നെയാണ് ആ കൂട്ടത്തിൽ കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് സഹിവാളിന്റെ അടുത്തപ്പെട്ടുള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഏകദേശം 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു കാളക്കുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന കാളക്കുട്ടനെ അവർ ചോദിക്കുന്ന വില 39,000 രൂപയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാളയാണ്. 39 രൂപയാണ് അവർ ചന്തയിൽ വില ചോദിക്കുന്നത്. ഇതേപോലെയുള്ള സഹിവാളിന്റെ 2 വളർത്തുകുട്ടികൾ നമ്മുടെ അടുത്ത് കയ്യിലുണ്ട്. ഏകദേശം ഒരു 8 മാസം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വളർത്തുകുട്ടിയും 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള സഹിവാളിന്റെ അടുത്തുപ്പെട്ടുള്ള 2 വളർത്തുകുട്ടികളാണ് നമ്മുടെ അടുത്തുള്ളത്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കൂടുതലും മീറ്റ് പർപ്പസിന് പോകുന്ന, അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പശുക്കളാണ്. കറവ പറ്റിയ പശുക്കളാണ്. ചിലതൊക്കെ ചെറിയ തോതിൽ കറവയുള്ള പശുക്കളെയും ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കാണിച്ച, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ കാണുന്ന പശുക്കൾക്ക് അവർ ചോദിക്കുന്ന വില ഏകദേശം 28,000 രൂപ മുതൽ 34,000 രൂപ വരെയാണ് വില ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിലും കുറച്ച് പശുക്കളെയും 1-2 കാളുകളെയും ഒക്കെ അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടികളിൽ നിന്ന് ആളുകൾ ഇറക്കി കെട്ടുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ നേരത്തെയാണ് ചന്തയിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു 6 മണി മുതൽ 8 മണി വരെ, അല്ലെങ്കിൽ 7:30, 7:45 വരെയൊക്കെയാണ് നമ്മൾ ചന്തയിൽ ഉണ്ടാവാറുള്ളത്. രാവിലെ നേരത്തെ വന്നാലാണ് കൂടുതൽ സെലക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ കന്നുകാലികൾ രാവിലെ നേരത്തെ വന്നാലാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് ഹാലീകറിന്റെ അടുത്തപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ തോട്ടിക്കൊമ്പുള്ള കാളകളുടെ വിഭാഗത്തിലൊക്കെ പെട്ടിട്ടുള്ള വളർത്താൻ പറ്റിയ രീതിയിൽ, അല്ലെങ്കിൽ വളരുന്ന രീതിയിലുള്ള ഒരു 3 കാളക്കുട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് പിടിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള കാളകളാണ്. ഏകദേശം 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കാളകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾക്കൊക്കെ ഏകദേശം ഒരു 30 രൂപ മുതൽ 45 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കണ്ട ആ കാളകളുടെ പരുവത്തിലുള്ള കാളകൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പുലികുളം ബ്രീഡപ്പെട്ടതോ അല്ലെങ്കിൽ കാങ്കേയത്തിന്റെ ബ്രീഡപ്പെട്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാളകളുടെ ഒരു കൂട്ടത്തിൽ കാണിച്ചില്ല. അതിന്റെ ബാക്കി കാന്നുകളാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത്. വണ്ടികളിൽ നിന്ന് ഓരോന്നിനും അഴിച്ചിട്ട് അവർ ആ കൂട്ടത്തിൽ അട്ടിയായിട്ട് കോർത്തിണക്കി കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലുപ്പത്തിനുള്ള വലിയ കാളകളാണ്. ആ മാറ്റിപ്പിടിച്ചിട്ടുള്ള 2 കാളകൾ അത്യാവശ്യം വലുപ്പത്തിനുള്ള കന്ന് തന്നെ, ആ പരുവത്തിലുള്ള കന്നുകൾ തന്നെയാണ് ഈ കൂട്ടത്തിലൊക്കെ നിൽക്കുന്നത്. പിടിച്ച് നോക്കുമ്പോഴാണ് ഓരോന്നിന്റെ വലുപ്പവും ഓരോന്നിന്റെ മീറ്റിന്റെ അളവൊക്കെ ശരിക്കും നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒന്നിച്ചിങ്ങനെ കോർത്തിണക്കി കെട്ടുമ്പോൾ ഓരോന്നിന്റെ വലുപ്പം നമുക്ക് കാണാൻ കഴിയില്ല. ഏകദേശം 75 രൂപ 80 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകൾ ആ പരുവത്തിലുള്ളത് ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ധാരാളം ലോറികൾ നിർത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ കന്നുകാലികളെ ഇറക്കിയിട്ട് ഓരോന്നിനെ ചന്തയുടെ ഉള്ളിലേക്ക് അഴിച്ചിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വണ്ടികളിൽ കന്നുകാലികൾ വന്നിട്ടുണ്ട്. പോത്തിൻകുട്ടികളാണെങ്കിലും വലിയ പോത്തുകളാണെങ്കിലും
എരുമകളാണെങ്കിലും വലിയ കാളകളാണെങ്കിലും ഒക്കെ ധാരാളം കന്നുകാലികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ 2 കാളകളെ മാറ്റി കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 35 രൂപ മുതൽ 45 രൂപ വരെയൊക്കെ ചന്തയിൽ വില ചോദിക്കാവുന്ന രീതിയിലുള്ള 2 കന്നുകളാണ്. ഇത് മേടിച്ച് കെട്ടിയതാണോ എന്നറിയില്ല. ചന്തയുടെ ഒരു സൈഡിൽ മാറ്റി കെട്ടിയിരിക്കുകയാണ്. ഇതിന്റെ ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ചന്തയിൽ ഈ പരുവത്തിലുള്ള കാളകൾ ഏകദേശം 35 രൂപ മുതൽ 45 രൂപ വരെയൊക്കെ ചന്തയിൽ ചോദിക്കാറുണ്ട്. ഏകദേശം 100 കിലോന്റെ ഉള്ളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കാളകളാണ്. 100ന്റെ മുകളിലൊന്നും ഉണ്ടാവില്ല. ഇവിടെ കുറച്ച് വലിയ കാളകളെ കെട്ടിയിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ മേടിച്ച് കെട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്. മാറ്റി കെട്ടിയിരിക്കുകയാണ്. വിൽക്കാനുള്ള കന്നുകളെയാണെങ്കിൽ ചന്തയുടെ ഉള്ളിൽ കച്ചവടം നടക്കുന്ന ആ ഭാഗത്താണ് കെട്ടാറുള്ളത്. ഇത് ചന്തയുടെ ഒരു സൈഡിലെ മാറ്റി കെട്ടിയിരിക്കുകയാണ്. ഇത് കച്ചവടം കഴിഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അത് ഇനി ഇവിടുന്ന് ഓരോന്നിനും അഴിച്ചിട്ട് അവിടെ കോർത്തിണക്കി കെട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഇവിടുന്ന് കൊണ്ടുപോകുകയാണോ എന്നും നമുക്ക് അറിയില്ല. ഇതിന്റെ ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിലയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളകളെ കെട്ടിയിട്ടുണ്ട്. ഇതിൽ വളർത്തു കുട്ടികളുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ചിലത് ഗിയറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്, ചിലത് കാങ്കേയത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്, ചിലത് ജേഴ്സി ക്രോസ് ആണ്, കാങ്കേയം ക്രോസ് ആണ്, ഓങ്കോളുടെ ക്രോസ് ആണ്. അങ്ങനെ പല ബ്രീഡപ്പെട്ടുള്ള കന്നുകാലികളും ഉണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട്. വളരെ ചെറിയ കുട്ടികൾ ഏകദേശം ഒരു 2000-3000 രൂപ മുതലൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ചെറിയ കുട്ടികളുണ്ട്. അത് ചിലപ്പോൾ തള്ളപ്പശുവും കുട്ടിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നതായിരിക്കും. തള്ളപ്പശുവിനെ സെപ്പറേറ്റ് വിറ്റപ്പോൾ കുട്ടിയെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയായിരിക്കും എന്നാണ് തോന്നുന്നത്. ചെറിയ കുട്ടികൾ മുതൽ അത്യാവശ്യം വലുപ്പത്തിലുള്ള കുട്ടി, ഇതാ ഈ കാണുന്നതൊക്കെ, ഈ കറുപ്പ് മോരിക്കുട്ടിനെ കാണുന്നതൊക്കെ നാടൻ ബ്രീഡപ്പെട്ടുള്ളൊരു മോരിക്കുട്ടിയാണ്. 16 രൂപ 17 രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. നാടൻ ബ്രീഡാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ കറവയുള്ള പശുക്കളാണ്, ചിലത് കറവ പറ്റിയ പശുക്കളാണ്, ചിലത് ചെന പിടിക്കാൻ പ്രായമായിട്ടുള്ള പശുക്കളാണ്. ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പശുക്കൾക്ക് ഏകദേശം 26 രൂപ മുതൽ 38 രൂപ വരെയൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ അല്ലെങ്കിൽ നാടൻ കന്നുകളെ വിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗത്ത് കാണുന്ന കന്നുകാലികളൊക്കെ നാട്ടിൻ പുറത്തുനിന്ന് ആളുകൾ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഒരു ഏരിയയാണ്. നാടൻ കന്നുകളെ മാത്രം വിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ തിരക്ക് കാണുന്നുണ്ട്. നാടൻ ചന്തയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കറവ പശുക്കളും അതേപോലെ നാട്ടിൻ പുറത്തുനിന്ന് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന കന്നുകാലികൾ, അല്ലെങ്കിൽ നാട്ടിൻ പുറത്തുനിന്ന് കച്ചവടക്കാർ അല്ലെങ്കിൽ കർഷകർ നേരിട്ടിട്ട് എത്തുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നല്ല രീതിയിൽ കച്ചവടം നടക്കാറുണ്ട്. കർഷകരുടെ അടുത്ത് നിന്ന് കച്ചവടക്കാർ മേടിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ആ ഭാഗത്ത് നല്ല രീതിയിൽ കച്ചവടം സാധാരണയായിട്ട് നടക്കാറുണ്ട്. ഒരു വലിയ പോത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. ഓരോന്നിനെ വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് വെള്ളം തീറ്റൊക്കെ കൊടുത്തതിന് ശേഷം ചന്തയിൽ വരിയായിട്ട് കോർത്തിണക്കി കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഇതിൽ വളർത്തുകുട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് അല്ലെങ്കിൽ നേരത്തെ കൊണ്ടുപോകുന്നത് കണ്ടത് മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് വളർത്താൻ പറ്റിയ രീതിയിലുള്ള വളർത്തുകുട്ടികളാണ്. ഏകദേശം 1 വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് വളർത്തുകുട്ടികളാണ്. ഏകദേശം 28 രൂപ മുതൽ 36 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് വളർത്തുകുട്ടികളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതേപോലെ തന്നെ നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് ചന്തയിലേക്ക് കൊണ്ടുവന്ന ഒരു 2-3 പോത്തുകൾ ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്തുകളാണ്. ഒരു 3 പോത്തുകളാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത്. തൊഴുത്തിൽ തന്നെ നിന്ന് തിന്ന് വളർന്നിട്ടുള്ള പോത്തുകളാണെന്ന് തോന്നുന്നുണ്ട്. വെയിൽ കൊള്ളാഞ്ഞിട്ടാണ് ഈ ദേഹത്തൊക്കെ ചെമ്പ നിറം കാണുന്നത്. വെയിൽ കൊണ്ടാൽ മാറും, കറുപ്പ് നിറമൊക്കെ ആവും വെയിൽ കൊണ്ടാൽ. തൊഴുത്തിൽ തന്നെ നിന്ന് തിന്ന് വളർന്നിട്ടുള്ള വലിയ 3 പോത്തുകളാണ്. ചന്തയിൽ ചോദിക്കുന്ന വില ഏകദേശം 70,000 രൂപ മുതൽ 85 രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട്. ചന്തയിൽ ഇപ്പോൾ രാവിലെ ചന്ത തുടങ്ങുന്നതേ ഉള്ളൂ. രാവിലെ 6:30-7 മണിയോട് അടുപ്പിച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ വില കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. കച്ചവടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വില നല്ല രീതിയിൽ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. 70 രൂപ മുതൽ 85 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ വളർന്നിട്ടുള്ള വലിയ പോത്തുകളാണ്. വീഡിയോയിൽ എത്രത്തോളം വലിപ്പം തോന്നിക്കുന്നുണ്ട് എന്നറിയില്ല. നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ 3 പോത്തുകളാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വലിയ പോത്തുകളാണ്. ഏകദേശം 75,000 രൂപ മുതൽ
1,20,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്തുകൾ ഇന്ന് ധാരാളമായിട്ട് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഏകദേശം ഒരു 8 മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള വളർത്തുകുട്ടികൾക്ക് അവർ ചോദിക്കുന്ന വില 16,000 രൂപ മുതൽ 26,000, 27,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അക്കൂട്ടത്തിൽ തന്നെ കുറച്ച് വലിപ്പം കുറവുള്ള അല്ലെങ്കിൽ ഒരു 8 മാസത്തിനടുപ്പിച്ചിട്ട് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ചെറിയ പോത്തുകളാണ് ഇതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് ചോദിക്കുന്ന വില 20 രൂപ മുതൽ 24 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വില കുറച്ച് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ ഏകദേശം ഒരു 1.5 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ളതും 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് അവർ ചോദിക്കുന്ന വില 30,000 രൂപ മുതൽ 45,000, 48,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ്. ചെറുതും വലുതൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ചിലതൊക്കെ ഫ്രെയിം പരുവത്തിലുള്ള നല്ല വലുപ്പത്തിലുള്ള പോത്തിൻകുട്ടികളൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ലെവലിക്ക് എത്രയാണോ മതിപ്പ് വില തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. ചന്തയിൽ അവരുടെ വില അവർ പറയും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. അതാണ് ചന്തയിലെ രീതി. വലുതും ചെറുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറവുള്ളതും ഒക്കെ മിക്സഡായിട്ട് ഇങ്ങനെ ചന്തയിൽ കെട്ടും, വരിയായിട്ട് കെട്ടും. നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാൻ കഴിയണം. നമ്മൾ മേടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കുന്നത് പോലെ ആയിരിക്കും കന്നുകളുടെ വില നിലവാരം. ചന്തയിൽ അവരൊരു ഔട്ട്ലൈന് വിലയാണ് പറയാറുള്ളത്, നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം. അതാണ് ചന്തയിലെ രീതി. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്തുകളാണ്. ഈ കാണുന്ന പോത്തുകളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പോത്തുകളാണ്. നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്ക് 80 രൂപ മുതൽ 1,00,000, 1,10,000 രൂപ വരെ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കുറച്ച് വലിയ പോത്തിൻകുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നതും. ഏകദേശം 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ചിലതൊക്കെ വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. ഈ കൂട്ടത്തിൽ കണ്ട വലിയ പോത്തിൻകുട്ടികൾക്ക് ഏകദേശം ഒരു 45, 48 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തിൻകുട്ടികളെ ആ കൂട്ടത്തിൽ കണ്ടു. അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ ചെറിയ പോത്തിൻകുട്ടികളെയാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. ഈ കാണുന്നതും മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളാണ്. മീറ്റ് പർപ്പസിന് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ പ്രായമായതാണ് മീറ്റ് പർപ്പസിന് എന്ന് പറയാറുള്ളത്. കാരണം അത്രയും വലിയ പോത്തുകളൊന്നും ആരും വളർത്താൻ വേണ്ടി കൊണ്ടുപോകാറില്ല. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കാളകളെ കെട്ടിയിട്ടുണ്ട്. ചന്തയിൽ നാനോ കാളകൾ അല്ലെങ്കിൽ പട്ടിക്കന്നുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചേടക്കന്നുകളാണ് ഈ കാണുന്നത്. വളർത്താൻ വേണ്ടി കൊണ്ടുപോകില്ല, മീറ്റ് പർപ്പസിന് അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് മാത്രം കൊണ്ടുപോകുന്ന കുറച്ച് കാളകളാണ്. ഏകദേശം 35,000 രൂപ മുതൽ 50, 55 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള ഇറച്ചി കന്നുകളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് വലിയ പോത്തുകളെ ധാരാളം കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഓരോരുത്തർ ഓരോന്നിനെയൊക്കെ അഴിച്ചു പിടിച്ച് നോക്കിക്കൊണ്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പോത്തുകൾ ഈ ആഴ്ചയിൽ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികൾ ഈ ആഴ്ചയിൽ വളരെ കുറച്ച് എത്തിയിട്ടുള്ളൂ. ചന്തയിൽ ഇതുവരെ എത്തിയിട്ടുള്ള വളർത്തുകുട്ടികളെ നമ്മൾ ഒരുവിധം കാണിച്ചു. കൂടുതലും വലിയ പോത്തുകളാണ് ഇത്ര നേരമായിട്ട് വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് കന്നുകാലികൾ ചന്തയുടെ ഉള്ളിലേക്ക് വരാനുണ്ട്. വണ്ടികൾ പുറത്ത് നിൽക്കുകയാണ്, വണ്ടികളിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ചന്തയുടെ ഉള്ളിലേക്ക് വരുന്നതേ ഉള്ളൂ. ഈ ആഴ്ചയിൽ ഇതുവരെ എത്തിയിട്ടുള്ള നമ്മൾ എടുത്ത് കാണിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കന്നുകളെയൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.